ട്രേഡിംഗ് പഠിക്കുന്ന ഒരു ബിഗിനേഴ്സിന് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് മെത്താണ് ETF എന്ന് പറയുന്ന സെഗ്മെന്റ്. ETF എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. ഇതാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. ഇത് ലൈക്ക് എ മ്യൂച്വൽ ഫണ്ട് പോലെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ എമൗണ്ട് കളക്ട് ചെയ്ത് ഡൈവേഴ്സിഫിക്കേഷൻ ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു ഇതിനെയാണ് ETF എന്ന് പറയുന്നത്. ഇതൊരു ഡിമാറ്റ് അക്കൗണ്ട് വഴിയാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുക. ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടാണ്. എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ്. അതുപോലെ തന്നെ ETFകൾ പല ടൈപ്സിലുണ്ട്. അതായത് നമുക്ക് സ്റ്റോക്സ് റിലേറ്റഡ് ഉണ്ട്, ബോണ്ട് റിലേറ്റഡ് ഉണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് കമ്മോഡിറ്റി ആയിട്ടുള്ള സെഗ്മെന്റിലേക്ക് ബേസ് ചെയ്തിട്ടുള്ളതുണ്ട്, സെക്ടർ ബേസ് ചെയ്തിട്ടുള്ള ETFകളെല്ലാം തന്നെയുണ്ട്. പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്ന ഗോൾഡ് ETFനെ കുറിച്ചിട്ടായിരിക്കും. ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഗോൾഡ് ETF എന്ന് പറയുന്നത്. സോ ഗോൾഡ് ETFിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80 രൂപ 70 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഒരു യൂണിറ്റ് നിങ്ങൾക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് വളരെ ലോ കോസ്റ്റ് ആണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പറയുന്നത് ഹൈ ലിക്വിഡിറ്റിയാണ്. നിങ്ങൾക്കിത് മാർക്കറ്റ് ടൈമിൽ എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. അതായത് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ ട്രേഡിംഗ് ടൈമിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ബൈ ചെയ്യാനും ക്ലോസ് ചെയ്യാനും കഴിയും. ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ലോക്കിംഗ് പീരീഡ്സോ കാര്യങ്ങളൊന്നും മ്യൂച്വൽ ഫണ്ടൊക്കെ പോലെ നിങ്ങൾക്ക് 2 years 3 years ഒക്കെ ഹോൾഡിംഗ് പീരീഡ് ആയിട്ടുള്ള കാര്യങ്ങളില്ല. നിങ്ങൾക്ക് മാർക്കറ്റിൽ ട്രേഡബിൾ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ടാണ്. നിങ്ങൾക്ക് നല്ല ട്രാൻസ്പെറൻസി കിട്ടുന്നൊരു സെഗ്മെന്റ് ആണ്. അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അത് ലിക്വിഡിറ്റി ആയിട്ട് വിറ്റെടുക്കാൻ കഴിയും. അതിനെല്ലാം ഉപരി ഇതിന് GST എന്ന് പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. ടാക്സ് അഡ്വാൻറ്റേജ് വളരെ ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. ടാക്സ് അഡ്വാൻറ്റേജ് കൂടി ഈ ഒരു സെഗ്മെന്റിൽ കിട്ടേണ്ടതെന്നുള്ള കാര്യമാണ്. അപ്പോൾ ടാക്സ് അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന സെഗ്മെന്റ് ആണ്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ റിസ്ക് വളരെ കുറവാകും. കാരണം ഇതിൽ കിട്ടുന്ന ഫണ്ട് ഡൈവേഴ്സിഫിക്കേഷൻ ആയിട്ടാണ് പോകുന്നത്. സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട് അങ്ങനെയുള്ള ബോണ്ട്സുകളിലേക്കുള്ള സെഗ്മെന്റ് ആയതുകൊണ്ട് ഇത് ഡൈവേഴ്സിഫിക്കേഷൻ ആയിട്ട് അസറ്റ് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് റിസ്ക്കും വളരെ കുറവാണ്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജ് ഉള്ള ഒരു സെഗ്മെന്റ് ആണ് ETF എന്ന് പറയുന്നത്. അപ്പോൾ ഏത് ട്രേഡിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒപ്പം തന്നെ നിങ്ങൾ ഈ ETF എന്ന് പറയുന്ന സെഗ്മെന്റ് വിട്ടുപോകരുത്. ETFനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. നിങ്ങൾ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെതായ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ ആണ് അവിടെ തന്നിരിക്കുന്നത്. സോ ഗോൾഡ് ETFനെ കുറിച്ച് പഠിക്കുക. ഈ സെഗ്മെന്റ് നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. താങ്ക്സ്.